ഹെൽ ഹോൾ എന്ന് പറഞ്ഞാൽ നരകക്കുഴി എന്ന് തർജ്ജമ ചെയ്തവരെ സമ്മതിക്കണം. തീർച്ചയായിട്ടും പിന്നെ ഉദ്ദേശിക്കുന്ന അർത്ഥം അത് തന്നെ. പക്ഷേ വാച്യാർത്ഥം നമ്മൾ നോക്കുമ്പോൾ ഹെൽ ഹോൾ, ഹോൾ എന്ന് പറയുമ്പോൾ ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു തുള, നരകത്തിലേക്ക് ഒരു ദ്വാരം, നരകദ്വാരം എന്ന് വേണമെങ്കിൽ പറയാം ഈ കൃത്യമായിട്ടുള്ളൊരു അർത്ഥം നോക്കുകയാണെങ്കിൽ. പക്ഷേ നരകക്കുഴി എന്നുള്ളതാണ് ഗംഭീരമായ അർത്ഥം എന്ന് തോന്നുന്നു, ഉദ്ദേശിച്ച അർത്ഥം. അപ്പോൾ അതിൻ്റെ സംഗതി ഇത്രയേ ഉള്ളൂ. പ്രസിഡന്റ് ട്രംപ് പിന്നെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള കുടിയേറ്റത്തെപ്പറ്റി വിശേഷിപ്പിക്കാനായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അതായത് ഈ മൈക്കൽ സാവേജ് എന്ന് പറഞ്ഞൊരു തീവ്ര വലതുപക്ഷ കക്ഷി, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പാണ്. അതിൽ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. ഈ ഗർഭിണികൾ ഇവിടെ വരുന്നു, അവരുടെ മക്കൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് പൗരത്വം കിട്ടുന്നു, അമേരിക്കൻ പൗരത്വം കിട്ടുന്നു. പിന്നീട് അവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ, ആ കുടുംബം ഇവിടെ കുടിയേറുന്നു. അപ്പോൾ ഈ ആളുകളൊക്കെ വരുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള ഹെൽ ഹോളിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യമാണ് പ്രസിഡന്റ് ട്രംപും ഈ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. അപ്പോൾ അതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. ഇന്ത്യ പക്ഷേ കാര്യമായിട്ടൊന്നും പ്രതികരിക്കാൻ പോയില്ല. അതിനൊന്നും ഒരു പ്രതികരണം അർഹിക്കുന്നില്ല. ഇത് ഈ ഇൻഫോംഡ് അജ്ഞതയുടെയും ഒക്കെ ഒരു പ്രതിഫലനമാണിതെന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചത്. അതേസമയം തന്നെ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊക്കെ വലിയ ബന്ധമാണ്. ഇന്ത്യയെപ്പറ്റി പ്രസിഡന്റ് ട്രംപിന് വലിയ ബഹുമാനമാണ് എന്നുള്ള രീതിയിലാണ് ഈ ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസി പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ, ഈ പ്രസ്താവനയൊന്ന് തണുപ്പിക്കാൻ വേണ്ടി, അതിൽ ഈ ഇന്ത്യക്കാരുടെ ഒരു അമർഷം തീർക്കാൻ വേണ്ടി. എന്തായാലും അത് ഒരു വഴിക്ക്. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഈ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അതിനെ ശക്തമായിട്ട് വിമർശിച്ചു. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് അംഗം അമി ബേര ശക്തമായി അതിനെതിരെ പ്രതികരണവുമായി വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ലീഗലായിട്ട് വന്നതാണ്, അവരുടെ മകനായിട്ട് വളർന്നു, ഇവിടെ ജനിച്ചു വളർന്നു, സാധാരണ സ്കൂളിൽ പഠിച്ചു, ഡോക്ടറായി, അതിനുശേഷം കോൺഗ്രസ് അംഗമായി. ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചാണ് താനൊക്കെ വളർന്നു വന്നത്. നേരെമറിച്ച് ഈ വായിൽ വെള്ളിക്കോലുമായി ജനിച്ച, അതായത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പ്രസിഡന്റ് ട്രംപിന് ഇവിടുത്തെ ഈ വിഷമതകളും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന പങ്കുവച്ചതെന്നാണ് ഈ അമീബേര പറഞ്ഞത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരനായിരിക്കുന്നതിലും അമേരിക്കക്കാരനായിരിക്കുന്നതിലും അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം തന്നെ, നമ്മളെല്ലാം ഈ രണ്ടിലും അഭിമാനിക്കുന്നു. അപ്പം ഇന്ത്യയെ നരകക്കുഴിയൊക്കെ ഒന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നത് അതൊരു ശരിയായ ഒരു കാര്യമായിട്ട് നമുക്കും തോന്നുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പങ്കുവെക്കുന്ന കാര്യങ്ങൾ അത് ഫോർവേഡ് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ കാർണേഗി എൻഡോവ്മെൻറ്റോ അങ്ങനെ എന്തോ ഒരു സ്ഥാപനം നടത്തിയ ഒരു സർവേയിൽ ഇവിടെയുള്ള ഇന്ത്യക്കാരിൽ 40% പേര് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, അമേരിക്ക വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ട്രംപിൻ്റെ നയങ്ങളും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന റേസിസവും ഇതിനെല്ലാം മനമെടുത്ത് 40% പേര് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അത് എത്ര കണ്ട് സത്യമാണെന്ന് അറിഞ്ഞുകൂടെ. 1000 പേര് സർവേ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. 40% പേര് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാകാൻ വഴിയില്ല. ഈ രാജ്യത്ത് വന്നത് നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് ഈ ഒളിച്ചോടി പോകുന്നത്? തിരിച്ച് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? ഈ OCI കാർഡ് കൊണ്ട് നമുക്ക് ഇൻഡെഫിനിറ്റായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിലും അതിനും അതിൻ്റേതായ പരിമിതികളും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ രാജ്യത്ത് വന്ന് ഇവിടെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഓടിപ്പോവുക എന്നുള്ളതൊരു ഓപ്ഷനായിട്ട് കരുതാനാവില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പോസ്റ്റ് കണ്ടതാണ്. ഈ കൃഷ്ണ പട്ടേൽ എന്ന് പറഞ്ഞൊരു കക്ഷി, അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടാണ് ഈ വെർജീനിയയിലെ ഈ റീഡിസ്ട്രിക്റ്റിങ്ങിൻ്റെ അതിന് ഇലക്ഷനിൽ അവർ വോട്ട് ചെയ്യുന്ന പടം, അവർ യെസ് എന്ന് വോട്ട് ചെയ്യുന്നു. ആ റീഡിസ്ട്രിക്റ്റിംഗ്, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള റീഡിസ്ട്രിക്റ്റിങ്ങിന് അവർ വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ പടം യെസ് എന്ന് പറഞ്ഞാണ് ഇവർ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അപ്പോൾ അതിനെതിരെ ഒരു പറ്റം ആളുകൾ ശക്തമായ വിമർശനവുമായിട്ട് വന്നു. നിങ്ങളൊരു വിദേശ ഇന്ത്യക്കാരനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് ഇവിടെ എങ്ങനെയാണ് വോട്ട് കിട്ടിയത്? ഒരു പട്ടേൽ എങ്ങനെയാണ് ഇവിടുത്തുകാരനാവുന്നത്? നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ. ഉടനെ അയാൾ മറുപടി എഴുതി, എൻ്റെ വല്യപ്പൻ ഇവിടെ വന്നതാണ്, അപ്പം നമ്മൾ തലമുറകളായിട്ട് ഇവിടെയുള്ളവരാണ്, ഇവിടെ ജീവിക്കുന്ന മറ്റേതൊരു അമേരിക്കക്കാരനെ പോലെ തന്നെ അമേരിക്കക്കാരനാണ് താനും,
പിന്നെ ഇതൊരു ഇമിഗ്രൻസിൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ വേറൊരാളുടെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. നിങ്ങളുടെ നാട്ടിൽ ഇതിപ്പം വെള്ളക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മറ്റ് രാജ്യക്കാരെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റ് റേസുകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ ആഫ്രിക്കൻസ് അവിടെ വന്ന് ഇങ്ങനെ താമസിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? പിന്നെ ഏതെല്ലാം രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വംശീയതയും വർഗീയതയും ഒക്കെ ഓരോ രീതിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ല സൂചനകളാണ് ഇതൊക്കെ. നമ്മളെ ഒക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കണ്ട മറ്റൊരു റിപ്പോർട്ട്, പിന്നെ ഉടനെ തന്നെ ഏതാണ്ട് 384 പേരുടെ പിന്നെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കുമെന്ന്. അത്രയും പേരെ ഒരുമിച്ച് ഇത്ര പെട്ടെന്ന് തന്നെ. ഇന്ന് മാത്രമല്ല, അത് പ്രോസിക്യൂട്ടർമാർ, ഈ ഡിസ്ട്രിക്ട് അറ്റോർണിമാർ, US അറ്റോർണിമാർ അവരുടെ ഓഫീസ് മുഖേന പ്രോസിക്യൂട്ട് ചെയ്യാനാണ്, ആ കേസ് നടത്താനാണ് തീരുമാനവും. നേരത്തെ അത് ഈ സെൻട്രലൈസ്ഡ് അങ്ങനെ ആ രീതിയിലായിരുന്നു കേസൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇഴഞ്ഞു നീക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴതല്ല, പെട്ടെന്ന് തന്നെ നടത്താനായിട്ടുള്ള ഒരു നീക്കം. ട്രംപ് അധികാരമേറ്റതിന് ശേഷം പ്രതിമാസം ഒരു 200 പേരെ വെച്ച് പിന്നെ ഈ അവരുടെ പൗരത്വം റദ്ദാക്കുന്നതിനെപ്പറ്റി അതിന് വിവരം കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു മെമ്മോ കൊടുത്തതിനെപ്പറ്റി നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പം കൂടുതൽ ആളുകളെ ഈ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവും കാണിച്ച് പൗരത്വം നേടിയവർ, അതുപോലെ തന്നെ വലിയ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവർ, അങ്ങനെയുള്ളവരെയൊക്കെ പൗരത്വം റദ്ദാക്കുന്നതിൽ നമുക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എങ്കിൽ പോലും ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. എങ്ങനെ വന്നാലും ഈ ഇമിഗ്രൻസിൻ്റെ കാലം അത്ര നന്നല്ല. ഇമിഗ്രൻസിനെതിരായിട്ടുള്ള ഈ വിവേചനം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളുമൊക്കെ ഇന്ത്യക്കാർക്കൊക്കെ എതിരെയുള്ള വിവേചനം മാത്രമല്ല, അത് പിന്നെ പല രീതിയിൽ ഭാവിയിലേക്കും ദോഷകരമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതെല്ലാം ഭവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പല ആളുകളും മനം മടുത്ത് എന്താ അമേരിക്ക വിട്ടുപോയി കളയാം അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്നത്. എന്തായാലും അങ്ങനെയൊന്നും വേണ്ടതില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഈ മാറ്റങ്ങൾ. മനുഷ്യരുടെ ചിന്താഗതിയിൽ എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ നരകക്കുഴി എന്നുള്ള ആ പ്രയോഗം, അപ്പോൾ അതിനെതിരെ ഏറ്റവും നല്ല പ്രതികരണം കണ്ടത് ഇറാൻ്റെ ഈ ഹൈദരാബാദിലോ മറ്റുള്ള എംബസിയാണ്. അവർക്കൊരു എംബസി അവിടെ ഉണ്ടെന്ന് അതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവർ പറഞ്ഞത് ഈ മനുഷ്യ സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിൽ ചൈനയും ഇന്ത്യയും ഒക്കെയാണ്. സത്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇറാനും ഇറാഖും ആ ഭാഗവും അതുപോലെ തന്നെ ഈ മനുഷ്യ സംസ്കാരമൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് പിന്നെ തുടങ്ങുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ്. അമേരിക്കയൊക്കെ പുതിയ രാജ്യങ്ങളാണ്, 500 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അമേരിക്ക പിന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് തന്നെ 250 വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്ര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു, നമുക്ക് അലോസരമുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.